ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ LDC, LGS അങ്ങനെ ഒരുപാട് എക്സാംസ് നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഷുവർ ഷോട്ട് SCRT ക്വസ്റ്റ്യൻസ് അതായിരിക്കും നമ്മുടെ ടോപ്പിക്. നമുക്കിപ്പോ LDC എക്സാം ആയാലും LGS ആയാലും അതേപോലെ LP UP ഏത് എക്സാം എടുത്താലും നമുക്ക് കൃത്യമായിട്ട് ഒരു സിലബസ് തന്നിട്ടുണ്ട്. അതിലെ ഓരോ ടോപ്പിക് എടുത്ത് നോക്കിയാലും നമുക്ക് ഇന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരണം എന്നുള്ളത് ഒരു പ്രോബബിലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50-50% ചാൻസ് ആണല്ലേ ആ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാം അല്ലെങ്കിൽ വരാതിരിക്കാം. എന്നാൽ അതിൽ SCRT ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള ഒരു ചാൻസ് എന്ന് വെച്ചാൽ 100% ആണ്. തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ നിങ്ങളൊരു ബിഗിനർ ആണോ അല്ലെങ്കിൽ PSC എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന് മുന്നേ ആയിട്ട്. അപ്പോൾ എന്തുകൊണ്ടും അതിന് ഏറ്റവും മികച്ചൊരു ടോപ്പിക് SCRTയുടെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നി. ഇതിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസിന് പ്രതീക്ഷിക്കാം. ഞാൻ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയാണ് SCRT ചാപ്റ്റേഴ്സ് പഠിച്ചിരുന്നത് എന്നൊരു മെത്തേഡും കൂടി നിങ്ങൾക്ക് ഇതിൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്കധികം ഡിലേ ആക്കാതെ ഡിസ്കഷനിലേക്ക് കടക്കാം. അപ്പൊ 10ാം ക്ലാസ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 5ാമത്തെ ചാപ്റ്റർ ആണ് പൊതുചെലവും പൊതുവരുമാനവും. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി പഠിച്ചവർക്ക് ഒരു റിവിഷൻ കൂടി ആവും. നമ്മളൊരു ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഫോൺ സ്ക്രീൻ നിങ്ങളൊന്ന് ചെരിച്ചു പിടിച്ച് കാണണേ. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ പൊതുചെലവുകളെ കുറിച്ചാണ്. പൊതുചെലവുകളെ വികസന ചെലവുകൾ എന്നും വികസനേതര ചെലവുകൾ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനൊന്ന് രണ്ട് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതിയാകും. ഇപ്പൊ വികസനത്തിനുള്ള ചെലവുകൾ റോഡ്, പാലം, തുറമുഖം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വികസന ചെലവുകളായിട്ടും അതല്ലാണ്ടുള്ള ബാക്കി യുദ്ധം, പലിശ, പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വികസനേതര ചെലവാണെന്ന് മനസ്സിലാക്കുക. ഇനി വരുമാനത്തെക്കുറിച്ചാണ്. വരുമാനം രണ്ട് തരത്തിലുണ്ട്. നമുക്ക് നികുതി വഴി കിട്ടുന്നതും നികുതി ഇതര വരുമാനവുമാണ്. ആദ്യം നമുക്ക് നികുതി വരുമാനം നോക്കാം. അത് തന്നെ രണ്ട് തരത്തിലുണ്ട്: പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. പ്രത്യക്ഷ നികുതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഡയറക്റ്റ് അടക്കുന്ന നികുതികളാണ്. അതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും ഒക്കെ പ്രത്യക്ഷ നികുതികളാണ്. അതേപോലെ തന്നെ പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST വന്നപ്പോൾ അതിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികൾ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. അപ്പൊ ഇങ്ങനെ ബോക്സിൽ കൊടുത്തതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ GST നിലവിൽ വന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. GST തന്നെ രണ്ട് തരത്തിൽ ചുമത്തപ്പെടുന്നുണ്ട്: സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന നികുതി നിരക്കുകളാണ് 5%, 12%, 18%, 28% എന്നിവ. GST നൽകേണ്ടതില്ലാത്ത വസ്തുക്കളാണ് നമ്മുടെ സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും അവശ്യ സേവനങ്ങളും. ഇനി GST സമിതി അഥവാ GST കൗൺസിൽ എന്താണെന്ന് നോക്കാം. കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. അതേപോലെ തന്നെ GST സമിതിയിലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളായിരിക്കും. കുറച്ച് മന്ത്രിമാരുടെ ഡീറ്റെയിൽസ് തന്നിട്ട് ഇതിൽ GST സമിതിയിൽ അംഗങ്ങളല്ലാത്തവരാര് എന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ GST സമിതി എന്തൊക്കെ ശുപാർശകളാണ് കൊടുക്കുന്നത്? GSTയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ, GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും, നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം, മൊത്തം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിന്റെ പരിധി നിശ്ചയിക്കൽ തുടങ്ങിയവയൊക്കെ നമ്മുടെ GST സമിതിയാണ് തീരുമാനിക്കുന്നത്. ഇനി നിലവിലെ GSTയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി, മനുഷ്യ ഉപയോഗത്തിനുള്ളതു, മദ്യം എന്നിവ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ കാര്യത്തിൽ നിലവിലുള്ള നികുതി സംവിധാനം തുടരുന്നതാണെന്ന് പറയുന്നുണ്ട്. ഇനി നികുതിയോടൊപ്പം തന്നെ സർക്കാരിന് കിട്ടുന്ന മറ്റു രണ്ട് വരുമാനങ്ങളാണ് സർചാർജും സെസ്സും. നികുതിയുടെ മേലെ തന്നെ ചുമത്തുന്ന ഒരു അധിക നികുതിയാണ് സർചാർജ്. അത് ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. ഇനി പ്രത്യേക ചില ആവശ്യങ്ങൾക്കായിട്ട് സർക്കാർ ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിനുള്ള പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കുകയും ചെയ്യും. ഇനി നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സർക്കാരും ചുമത്തുന്ന കുറച്ച് നികുതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം.
ജസ്റ്റ് ബൈ ഹാർട്ടായിട്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കേന്ദ്ര സർക്കാരിന്റെ എന്താണ് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST. സംസ്ഥാന സർക്കാരിൻ്റെത് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. ഇനി തദ്ദേശ സ്വയംഭരണ സർക്കാരിന്റെ വസ്തുനികുതിയും തൊഴിൽ നികുതിയും. ഇനി നികുതി ഇതര വരുമാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഫീസ്, ഫൈന്, പെനാൽറ്റി, ഗ്രാന്റ് അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. ഈ വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഫീസ് എന്താണ്, ഫൈന്, പെനാൽറ്റി, ഗ്രാന്റ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ പലിശ, ലാഭം തുടങ്ങിയവ. അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി പൊതുകടത്തെ കുറിച്ച് പറയുന്നുണ്ട്. സർക്കാർ വഹിക്കുന്ന കടങ്ങളാണിവ. ഇത് ആഭ്യന്തര കടം, വിദേശ കടം അങ്ങനെയുണ്ട്. അടുത്ത പാർട്ടിൽ ബജറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ബജറ്റിന് 3 ടൈപ്പ് ഉണ്ട്. സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. അടുത്ത പാർട്ടിൽ ധനനയത്തെ കുറിച്ചൊക്കെയാണ്. ഇത് ബജറ്റ് വഴിയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നികുതി കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ വിലക്കയറ്റം, ചുരുക്കമൊക്കെ നിയന്ത്രിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ആ ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. പക്ഷേ നമുക്ക് ട്വിസ്റ്റ് എവിടെയാണ് വരിക എന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ നോക്കി പഠിച്ചിട്ട് ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉറപ്പില്ല. അപ്പോൾ പഠിച്ചത് മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിക്കാനും അതേപോലെ തന്നെ എക്സാം ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുമായിട്ട് കുറച്ച് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും കൂടി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ചാപ്റ്ററിന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നും അതേപോലെ തന്നെ പഠിച്ച കാര്യം മനസ്സിൽ വേറെ ഉറപ്പിക്കാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ SCERT ചാപ്റ്റേഴ്സ് ഒക്കെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ഞാനൊരു ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ പലരും അപ്ഗ്രേഡ് BSCയുടെ ടെസ്റ്റ് സീരീസിലൊക്കെ ജോയിൻ ചെയ്തവരായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇതിൽ ചാപ്റ്റർ വൈസ് ടെസ്റ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളിൽ പെടാത്തത് ഏത്? അപ്പം നമ്മൾ നേരത്തെ കുറേ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏത് നികുതിയാണ് പെടാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ തൊഴിൽ നികുതി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സർക്കാർ ചുമത്തുന്ന ഒരു നികുതിയാണല്ലേ. ഈ ഒരു ബോക്സിലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അടുത്തത് GST കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. അപ്പൊ GST സമിതി എന്ന് പറഞ്ഞ ഒരു പാർട്ടിൽ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ ഏവ? ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ചോദിക്കില്ല. വായിച്ചു പോയാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ വരിക എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. വർദ്ധിച്ച പ്രതിരോധ ചെലവും ജനസംഖ്യാ വർധനവും വികസന പ്രവർത്തനങ്ങളും ഒക്കെയാണ് പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ. നികുതി ഉയർത്തുമ്പോൾ എന്തായാലും നമുക്ക് സർക്കാരിന് അതൊരു ഇൻകം ആയിട്ട് കണക്കാക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പൊതുചെലവിനെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ്. സർക്കാരിന്റെ ചെലവുകളാണ് പൊതുചെലവ് എന്നറിയപ്പെടുന്നത്. പൊതുചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്, രണ്ടും ശരി തന്നെയാണല്ലേ, നമ്മൾ നേരത്തെ നോക്കിയതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ C ആണ്. 1ഉം 2ഉം ശരിയാണ്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായം എന്താണ്? ഇതിന്റെ ആൻസർ വരുന്നത് ഗ്രാന്റ് ആണല്ലേ. നമ്മൾ നേരത്തെ നോക്കിയതാണ്. സർചാർജും ഫീസും ഗ്രാന്റും പലിശയും ഒക്കെ എന്താണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റില്. അവിടെയും നിങ്ങളത് സില്ലി ആയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനത് വായിക്കുന്ന സമയത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. ജസ്റ്റ് അത് അറിയാലോ എന്ന് വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ചോദിച്ചാൽ എങ്ങനെയാണ് നമുക്ക് അതിന്റെ റിയാക്ഷൻ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മര്യാദയ്ക്ക് ഡിസ്കസ് ചെയ്യാണ്ട് പോയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര അറിയുന്ന കാര്യങ്ങളായാലും അതിൽ ടെക്സ്റ്റിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് അങ്ങനെ തന്നെ നന്നായിട്ട് പഠിച്ച് വെക്കുക. ഇടയ്ക്കൊക്കെ എടുത്തിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതിനാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വികസന ചെലവുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പൊ നമുക്കറിയാം, പ്രതിരോധ ചെലവും റോഡ്, പാലം മുതലായവ നിർമ്മിക്കുന്നതൊക്കെ വികസന ചെലവ് തന്നെയാണ്. വികസനേതര ചെലവ് എന്താണ്? പെൻഷൻ. ഈ ഒരു പാർട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു വികസന ചെലവുകളും വികസനേതര ചെലവുകളും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെലവ് വരവിനേക്കാൾ കൂടിയ ബജറ്റ് ഏതാണ്? അതാണ് കമ്മി ബജറ്റ്. അപ്പോൾ ഓപ്ഷൻ D ആണ് വരിക. അപ്പോൾ കമ്മി ബജറ്റും മിച്ച ബജറ്റും സന്തുലിത ബജറ്റും എന്തൊക്കെയാണ് ഡെഫിനിഷൻസ് നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ഉചിതമായത് തിരഞ്ഞെടുക്കുക. സർക്കാരിന്റെ വരുമാനത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. പൊതുവരുമാനത്തെ നികുതി വരുമാനം, നികുതിയേതര വരുമാനം എന്ന് രണ്ടായി തിരിക്കാം.
അപ്പോൾ രണ്ടും ശരി തന്നെയാണ്. 1, 2 ശരി. താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് വികസനേതര ചെലവുകൾ? പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, പലിശ, യുദ്ധച്ചെലവ്. അപ്പോൾ ഏതാണ്? അപ്പോൾ യുദ്ധം, പലിശ എന്നിവയൊക്കെ വികസനേതര ചെലവുകൾ തന്നെയാണ്. ഇതേ മോഡൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2, 3 മാത്രമാണ് വികസനേതര ചെലവുകൾ. ഇനി താഴെ പറയുന്നവയിൽ പൊതുചെലവ് വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? പൊതുചെലവ് വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ പ്രതിരോധ ചെലവിന്റെ വർധനവ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജനസംഖ്യാ വർധനവും പൊതുചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന 4 ഓപ്ഷൻസും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തെറ്റായ പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതി. നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്നതാണ് പ്രത്യക്ഷ നികുതി. ഇനി ചരക്ക് സേവന നികുതി പ്രത്യക്ഷ നികുതിയാണ്. വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതി നിരക്ക് കൂടുന്നു. ഇതിൽ തെറ്റായത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ GST ഒരു പരോക്ഷ നികുതിയാണ്, ചരക്ക് സേവന നികുതി. അപ്പൊ അതാണ് തെറ്റ്. ഇനി കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി എന്താണ്? അത് കോർപ്പറേറ്റ് നികുതിയാണല്ലേ. അത് നമ്മുടെ പ്രത്യക്ഷ നികുതികൾ പറഞ്ഞപ്പോൾ കോർപ്പറേറ്റ് നികുതിയും വ്യക്തിഗത ആദായ നികുതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കോർപ്പറേറ്റ് നികുതിയാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ബജറ്റിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം കണ്ടെത്തുക. ഒരു സാമ്പത്തിക വർഷത്തിലെ വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. ഇന്ത്യയിലെ മാർച്ച് 1 മുതൽ ഏപ്രിൽ 31 വരെയാണ് സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ സംഭവം തെറ്റാണല്ലേ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അന്തർ സംസ്ഥാന വിക്രയങ്ങളും മേൽ ചുമത്തപ്പെടുന്ന GSTയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നിരീക്ഷിച്ച് ഉത്തരം കണ്ടെത്തുക. ഇന്റഗ്രേറ്റഡ് GST എന്നാണ് ഈ നികുതി അറിയപ്പെടുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് ഈ നികുതി പിരിക്കുന്നതിനുള്ള ചുമതല. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. സംസ്ഥാന ഗവൺമെന്റുകൾക്കല്ല, കേന്ദ്ര ഗവൺമെന്റുകൾക്കാണ് നികുതി പിരിക്കുന്നതിനുള്ള ചുമതല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ ചുമത്തുന്നത് ഏത് ഗവൺമെന്റ് ആണ്? ഇതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളാണ്. ഇനി പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം എന്താണ്? ധനനയം ആണല്ലേ. ഇനി GST കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ആരെല്ലാമാണ്? നേരത്തെ ഞാൻ ചാപ്റ്റർ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു GST സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന ഗവർണർമാര് ഇതിൽ പെടുന്നില്ല. അപ്പൊ നമുക്കിവിടെ മൂന്നാമത്തേത് ഒഴിവാക്കാം. ഇനി GST നമ്പറിൽ കേരളത്തിന്റെ സ്റ്റേറ്റ് കോഡ് എത്രയാണ്? 32 ആണ് കേട്ടോ നമ്മുടെ സ്റ്റേറ്റ് കോഡ്. GST ബില്ലെടുത്ത് നോക്കിയാൽ അതിൽ നമ്മുടെ സ്റ്റേറ്റ് കോഡ് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഇതൊരു പ്രത്യക്ഷ നികുതിയാണല്ലേ. ഇനി GST പരിധിയിൽ ഉൾപ്പെടാത്ത ഇനങ്ങൾ ഏവ? പെട്രോളിയം ഉൽപ്പന്നങ്ങളും വൈദ്യുതിയും മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യവും ഒക്കെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ഇനി GSTയിലെ നികുതി നിരക്കുകളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ D ആണ് പെടാത്തത്. 5, 12, 18, 28% പെടുന്നത്. അടുത്തത് ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. വിദ്യാഭ്യാസം, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നാണ് ഓപ്ഷൻ. ഇതിൽ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? വിദ്യാഭ്യാസമാണ് അതിന്റെ ആൻസർ വരിക. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. അതേപോലെ തന്നെ ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതില് രണ്ടാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയെ സെസ് എന്നും നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയെ സർചാർജ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് നോളജ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ജസ്റ്റ് പോയിട്ട് ഒരു എക്സാം എഴുതുന്നതിൽ നിന്നുപരിയായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം ഓർമ്മയിൽ നിൽക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. അതാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ ഒരു അവിയൽ രൂപത്തിലായി പോകുന്നുണ്ട് എന്നൊക്കെ. അപ്പം ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു വഴിയാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ SCERT ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചെടുക്കാം. അപ്ഗ്രേഡ് PSCയുടേത് ടെലഗ്രാമിൽ വെച്ച് നടത്തുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ്. ഒരു കൂട്ടം ജില്ലകളിൽ പ്രത്യേക ദിവസങ്ങളിലാണ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഡിസ്ട്രിക്ട് വൈസ് ബാച്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജൂലൈ ബാച്ച്, ഓഗസ്റ്റ് ബാച്ച്, സെപ്റ്റംബർ ബാച്ച്, ഒക്ടോബർ ബാച്ച് എന്നിങ്ങനെയാണ്. അപ്ഗ്രേഡ് PSCയുടെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.
അപ്പോൾ 100% ചോദിക്കാൻ സാധ്യതയുള്ള SCRTയുടെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.